മജ്ലിസിലെ ഒരു വാദിന്റെ മജ്ലിസിനെ, ഒരു ദിക്റിന്റെ മജ്ലിസിനെ ഓടിച്ചാടി നടക്കാൻ, ത്യാഗം ചെയ്യാൻ എല്ലാറ്റിനും റെഡിയുള്ള നല്ല മനസ്സുള്ളവരായി. പിന്നെ ഇച്ചിരി ലോകം മൊത്തം തലതിരിഞ്ഞതുകൊണ്ട് കക്ഷികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടെന്ന് വരും. പക്ഷെ അവര് മോശക്കാരാന്ന് വിചാരിക്കരുത്. ചത്തിപ്പൊളിച്ച് നടക്കായിരിക്കും. ഇച്ചിരി വൃത്തക്കേടൊക്കെ ബൈക്കൊണ്ടൊക്കെ റോഡിലൊക്കെ ഇച്ചിരി കളിയൊക്കെ ഉണ്ടാവും, കാറ് കൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാക്കുന്ന പരിപാടികളൊക്കെ. എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ നന്മയുള്ളവരാണ്. ആരും പരിപാടികളൊക്കെ എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ നന്മയുള്ളവരാണ്. ആരും എന്ത് ചെയ്യരുത്, മോശാണെന്ന് വിചാരിക്കരുത്. ചേലും കോലും നോക്കണ്ട. ഈ ദുആക്ക് ഉത്തരം കിട്ടിയ മനുഷ്യൻ ഒരു ചെരുപ്പ് കുത്തിയായിരുന്നു. ചെരുപ്പ് കുത്തിയാണ്. ചെരുപ്പ് കച്ചവടം നടത്തുന്ന ചെരുപ്പ് കുത്തിയാണ്. ഇസ്കാഫി എന്നാ പറയാ, സക്കാഫി അല്ല, ഇസ്കാഫി. ഇസ്കാഫി എന്ന് പറഞ്ഞ ചെരുപ്പ് കുത്തുന്ന ആൾക്കാരാണ്. മുഹമ്മദ് മുൻഖദിർ എന്നവര് അത്ഭുതപ്പെടാണ്. പടച്ചതമ്പുരാനെ, മദീനക്കാര് ചോദിക്കാതെ കിട്ടിയ ഒരു സംഭവം ഈ ഒരു മനുഷ്യന്റെ ചോദ്യം കൊണ്ട് കിട്ടിയല്ലോ പടച്ചവനെ. ഇദ്ദേഹം ആരായിരിക്കും? സുബഹി നിസ്കാരം വരെ അദ്ദേഹത്തിന്റെ ഇബാദത്ത് നീണ്ടു. അങ്ങനെ സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. ആണ് മദീനയിൽ ഇച്ചിരി ദൂരെ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ വീട് കണ്ടു. അപ്പോ ആളുകളോട് ചോദിച്ചു, ഇദ്ദേഹം ആരാ? അതെവിടത്തെ ചെരുപ്പ് കുത്തിയ എന്തേ പ്രശ്നം ചോദിച്ചു. ഒരു മഹാത്ഭുതം. ഇന്നലെ മഴ പെയ്തില്ലേ? ഈ ചെറുപ്പക്കാരൻ ദുആ ചെയ്ത സെക്കൻഡ് കൊണ്ടാണ് മഴ പെയ്തത്. ഞാനതിന്റെ സാക്ഷിയാണ്. അന്ന് പള്ളിയിൽ വേറെ ആരുമില്ല, ഞാൻ മാത്രം അത് കണ്ടിട്ടുള്ളൂ. അതെയോ? ആരും അറിഞ്ഞില്ലല്ലോ. ആരെങ്കിലും വിചാരിക്കോ ഒരു ചെരുപ്പ് കുത്തിക്ക് ഇങ്ങനെ ദുആക്ക് ഉത്തരണ്ട്? ഈ സദസ്സിലിരിക്കുന്ന നൂറുകണക്കിന് ആളുകൾ, നിങ്ങളെല്ലാവരും ഞാനൊഴികെ ദുആക്ക് ഉത്തരമുള്ള ആളുകളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുസ്തജാബ് ദഅവകളുണ്ടാവും. നമ്മളൊക്കെ പറയുന്ന ആമീൻ കൊണ്ടായിരിക്കും ചിലപ്പോ നമ്മളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. അല്ലാഹു നമ്മുടെ ദുആക്ക് സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. രണ്ടാമത്തെ ദിവസം അങ്ങനെ ഞാൻ ആ ചെറുപ്പക്കാരനെ ചെന്ന് പരിചയപ്പെടുന്ന രണ്ടാമത്തെ ദിവസം ഞാൻ ചെന്നു. മൂന്നാമത്തെ ദിവസം ഞാൻ പറഞ്ഞു, പിന്നെ ആ മഴ പെയ്യാൻ നിങ്ങൾ ദുആ ചെയ്തത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. മുഹമ്മദ് മുൻഖദിർ എന്നവരെ, നിങ്ങൾ എന്തിനാണ് ആ വിഷയം പറയുന്നത്? എന്തിനാണ് നിങ്ങൾ ആ കാര്യം എന്നോട് പറയുന്നത്? ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ താൻ ചെയ്ത ഇബാദത്ത് കണ്ടിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ അന്ന് രാവിലെ ഭാണ്ഡമെടുത്ത് മദീന വിട്ട ആളാണ് ഇദ്ദേഹം. പിന്നെ ചരിത്രത്തിൽ ഇദ്ദേഹത്തെ കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പിറ്റേന്നും കാണാൻ ചെന്ന് നോക്കി. ഞാൻ ദുആക്ക് ഉത്തരമുള്ള ആളുകളാണ്, ദുആരപ്പിക്കാലോ. അപ്പൊ അവിടെ പ്രായമുള്ളൊരു ഉമ്മ ചോദിച്ചു, മോനെ, നിന്റെ കൂട്ടുകാരൻ ഇന്നലെ ഇവിടെ ഭാണ്ഡൊക്കെ എടുത്തിട്ട് പോയല്ലോ, നീ എന്തേ അദ്ദേഹത്തോട് എന്തേലും പറഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ ആ ദുആക്ക് സാക്ഷിയായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അതായിരിക്കണം മോനെ, ഞാൻ മദീന വിട്ടു പോവാണെന്ന് പറഞ്ഞ് ഭാണ്ഡെടുത്തിട്ട് പോയിട്ടുണ്ട്. അലാമ ദഹബി റളിയല്ലാഹു തആല അൻഹു അവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥം സൈറിൽ അവർ പറഞ്ഞു, ഇതുപോലെ ഇഖ്ലാസിന്റെ മാതൃകയുള്ള ഒരു സംഭവം ചരിത്രത്തിൽ മുഴുവൻ പരതിയിട്ടും എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എത്ര വലിയ അത്ഭുതം! താൻ ചെയ്ത ഒരു നന്മ വേറെ ഒരാൾ അറിഞ്ഞു എന്നറിഞ്ഞപ്പോഴേക്കും നാട് വിട്ടു. പിന്നെ അവിടെ ആൾക്കൂട്ടമാകും, പിന്നെ ആള് കൂടും, ദ്വാരപ്പിക്കാൻ ആള് വരും, അല്ലെ, റുഖിയ ചെയ്യാൻ, മന്ത്രിച്ചൂതി എന്തെങ്കിലും വാങ്ങിക്കാൻ ശിഫാഇന് കാരണം തേടി, ദുആ തേടി. ഇതൊന്നും വേണ്ട, ഞാൻ പോവാണ്, എന്നെപ്പറ്റി അറിഞ്ഞില്ലേ, ഇനി പിടുത്തം കൊടുക്കണില്ല, പോവാണ്. മദീന വിട്ടുപോയി. സുബ്ഹാനല്ലാഹ്. അതും ഒരു ചെരുപ്പ് കുത്തിയാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളായ ആളുകളിൽ അള്ളാഹുവിന്റെ നൂറ് ലഭിച്ച ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെന്നവരും നമുക്കിടയിൽ തൊട്ടരികത്തിരിക്കുന്ന ആളുകളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ കാണും. ഒരു രാത്രി കൊണ്ട് യുസ്ലിഹുല്ലാഹു ഫീ ലൈല, ഒരൊറ്റ രാത്രി കൊണ്ട് അള്ളാഹു സ്വലാഹും നന്മയും കൊടുക്കുന്ന ആളുകളുണ്ട്. ഒരു രാത്രി കൊണ്ട് അള്ളാഹു സ്ഫുടം ചെയ്തെടുക്കും. ഇന്നലെ വരെ മോശക്കാരനാണ്, പക്ഷെ ഇന്നലത്തെ ഒരു രാത്രിയിലെ ഖിയാമുൽ ലൈലിൽ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവേ എന്നെ നന്നാക്കി തരയണമേ, നിന്റെ സാമീപ്യം എനിക്ക് നൽകണമേ, നിന്നെക്കുറിച്ചറിയാനുള്ള വാതായനങ്ങൾ എനിക്ക് തുറന്നു തരയണമേ എന്ന ഒരു പ്രാർത്ഥന കാരണം അല്ലാഹു സ്വീകരിക്കുകയാണെങ്കിൽ അന്ന് രാത്രിക്ക് രാത്രി ആ മനുഷ്യന്റെ മഖാദീറുകളിൽ ചേഞ്ച് വരുന്നുണ്ട്. അല്ലാഹു തിരുത്തി എഴുതുന്നു, മാലാഖമാരെ കൊണ്ട് തിരുത്തിപ്പിക്കുന്നു. അബ്ദുൻ സ്വാലിഹുൻ, ഇത് സ്വാലിഹായ മനുഷ്യനാണ്,
ഇന്നലെ വരെ അബ്ദുൻ സാലിഹൻ. ഒരു റമദാൻ ഒരുപക്ഷെ ഒരു ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ചേക്കും. കഴിഞ്ഞ റമദാനുകളിൽ മാറ്റമുണ്ടായി, അതിന്റെ മുമ്പത്തെ ജീവിതം ഓർക്കാൻ പോലും പറ്റാത്ത ആളുകളുണ്ടാകും. ഇനിയുള്ള റമദാൻ കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് ഞാൻ എന്റെ നന്മയെ കാത്തുസൂക്ഷിക്കുമെന്ന് ദൃഢനിശ്ചയമെടുക്കുന്ന ആളുകളുണ്ടാകും. അല്ലാഹു അങ്ങനെ നന്മ കേൾക്കുകയും അത് പിൻപറ്റുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. സാന്ദർഭികമായി ഒന്നുകൂടെ സൂചിപ്പിക്കുകയാണ്, റമദാൻ കഴിയുമ്പോഴേക്കും നമ്മുടെ കാസർഗോഡ് ജില്ല എന്ന് പറയും, നമ്മുടെ എന്നെപ്പറ്റി പലരും കാസർഗോഡ് ജില്ലക്കാരനെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ മലപ്പുറത്താണെന്നുള്ള വിവരം അറിയാത്തവരുണ്ട്, ഗൾഫിലൊക്കെ പ്രത്യേകിച്ച്. നമ്മുടെ കൂട്ടുകാരും സുഹൃത്തുക്കളൊക്കെ കാഞ്ഞങ്ങാടും കാസർഗോഡുള്ള ആളുകളായതുകൊണ്ടാവാം. അപ്പോ നാടുപോലത്തെ ഒരു വിധേയത്വം ഈ പ്രദേശത്തോട് എനിക്കുണ്ട്. ദീനിനെ സ്നേഹിക്കുന്ന ആളുകളാണ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകളാണ്, മുത്തുനബിയെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരോട് പറയാം, റമദാൻ കഴിഞ്ഞാൽ പെരുന്നാളിന് അടിച്ചു പൊളിച്ചിട്ട് ഒരു തരത്തിലുള്ള ചില കാട്ടിക്കൂട്ടലുകൾ നമ്മുടെ ഇബാദത്ത് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരിക്കലും മാറിപ്പോകരുത്. ഉസ്താദുമാരും പണ്ഡിതന്മാരും ഒക്കെ അത് പറയുമ്പോൾ ആവേശത്തിന്റെ തിരക്കിൽ ചെവികൊള്ളാതെ പോകരുത്. നമ്മളൊരിക്കലും നന്മയെ നശിപ്പിക്കരുത്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ആഘോഷ പരിപാടികളൊന്നും ചെയ്യരുത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒന്നും ചെയ്യരുത്. അതാണ് വേണം. ഇത്തഖുൽ ലആനൈൻ, നിങ്ങള് ജനങ്ങളുടെ ശാപം, ഇത്തഖുൽ ലആനൈൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് ചെറിയ വിഷയമാണ് നബി തങ്ങൾ പറഞ്ഞത്. വഴിയിൽ മൂത്രമൊഴിക്കുക, ജനങ്ങൾ വിശ്രമിക്കുന്ന മരത്തിന്റെ താഴെ ബസ് സ്റ്റോപ്പിന്റെ അടുത്തുനിന്ന് മൂത്രമൊഴിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ ശപിക്കും, ഇത് നിങ്ങൾ സൂക്ഷിക്കണം, ജനങ്ങളുടെ ശാപം വാങ്ങരുത് എന്ന് റസൂലുള്ളാഹി. അന്ന് പിന്നെ സമരവും കല്ലേറൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലേ? അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന ശാപം എത്രയാണ്. വഴിമുടക്കുകയും റോഡ് തടസ്സപ്പെടുത്തുകയും ചെയ്ത് നമ്മൾ ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ നമ്മൾ നമ്മുടെ ഒരു ആവേശം മാത്രമേ അവിടെ നോക്കുള്ളൂ. റോഡ് ബ്ലോക്കായി എന്നുള്ളതാ വാർത്ത. അങ്ങനെ ചെയ്യരുത്. നമ്മൾ അതിന്റെ ആളുകളല്ല, നമ്മൾ മുത്തുനബിയുടെ ആളുകളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു നായ അതിന്റെ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുകയാണ്. ആ സമയത്താണ് സ്വഹാബത്തിനോട്, ഈ വഴിക്ക് നമ്മൾ പോവണ്ട, നമ്മളിങ്ങനെ പോയാൽ ആ നായ അതിന്റെ കുഞ്ഞിനെ ഇട്ടേച്ച് ഓടിപ്പോയി പോകും, നമുക്ക് വഴിമാറിപ്പോകാം, ആ നായയ്ക്ക് അവിടെ തടസ്സം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് സ്വന്തം അനുയായികളുമായി മറ്റൊരു വഴിക്ക് യാത്ര വഴിതിരിച്ചുവിട്ട നബിയാണ് നമ്മുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ നമ്മളിൽ നിന്നൊരു ബ്ലോക്ക് ഉണ്ടാകുന്ന ഏർപ്പാടുകൾ, ആളുകൾ ശപിക്കുന്നത്, ബസ് യാത്രക്കാർ, നടന്നു പോകുന്നവർ, ഹോസ്പിറ്റലിൽ പോകുന്നവർ, ഇവരൊക്കെ ശപിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിൽ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഇത് സൂക്ഷിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഹബീബിന്റെ അനുയായികളാണ്. നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനവും ഹബീബിന്റെ സുന്നത്ത് റിഫ്ലക്ട് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ മുത്തബിഉ സുന്നകളാകുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.